ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കുറേയായി നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് കേട്ടോ. ഇന്ന് പുറത്ത് പോവാണ്. മോന് ഒരു കരാട്ടയുടെ ഇതുണ്ട്, അപ്പോൾ അതിന് പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിസപ്ഷനുണ്ട്, അപ്പോൾ രണ്ടും കൂടി ഒരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആറ്റൂർ അറഫ സ്കൂളിലാണ് കേട്ടോ ഇന്നത്തെ കരാട്ട എന്ന് പറയണത്. 10 ടൈപ്പ് ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങളിത് ഒരു 3 മണിക്കൊക്കെ എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. കുറേ സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 24 സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് മെല്ലെ നടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോണത്. സാധാരണ രജേട്ടനുണ്ട് കൂടെ, പക്ഷെ തിരക്ക് കാരണം വണ്ടിയൊന്നും ഇടാൻ പറ്റാതെ ഞാനും അവനും കൂടി ഇറങ്ങിയിട്ട് മെല്ലെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി ഓരോരുത്തർക്കും ഓരോ ക്ലാസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. മുമ്പ് സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ നമ്മൾ എത്തിയിട്ടുള്ള കുട്ടികൾ അവിടെ പേരൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ക്ലാസ്സിലിരുന്നു, ഞാൻ മെല്ലെ പുറത്ത് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, കുറേ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അവരുടെ എന്താ പറയുക സാറുമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് റെഡിയായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നേരം ഇവിടെ നിൽക്കേണ്ട, നമുക്ക് മെല്ലെ ഒന്ന് ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ രജേട്ടൻ ഗ്രൗണ്ടിലൊക്കെ പോയി നോക്കി. നല്ലോണം നേരം വൈകിട്ടോ, 3 മണിക്ക് എത്താൻ പറഞ്ഞു. 6 മണിയാകുമ്പോഴേക്കും ഇത് കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേണം റിസപ്ഷന് പോകാനായിട്ട്. അപ്പോൾ പക്ഷേ തുടങ്ങുമ്പോഴേക്കും തന്നെ കുട്ടികളൊക്കെ വന്നൊന്ന് റെഡി ആകുമ്പോഴേക്കും തന്നെ 5:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ പോയി കസേരയൊക്കെ ഇട്ടിരുന്നു. അപ്പോഴേക്കും കുട്ടികളൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. 10 ടൈപ്സ് ഓഫ് റെക്കോർഡ്സാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ചാമ്പ്യൻസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, OMG ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വിക്ടോറിയസ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, പിന്നെ ACE ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, അമേസിങ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇങ്ങനത്തെ 10 ടൈപ്പ് റെക്കോർഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കുട്ടികളെയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുത്താനായിട്ട് കുറേ സമയം എടുത്തു കേട്ടോ. അവർ ഒരു 4 മണി 4:30 ആയപ്പോഴാണ് അവിടെ ഈ ഇതൊക്കെ വിരിക്കാൻ തന്നെ ഇരുന്നത്. അപ്പോൾ അത് കാരണം കുറേ സമയം എടുത്തു. മാറ്റും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാം പതുക്കെ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ രണ്ടും കൂടി ഒരു ദിവസം വരുന്ന വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികൾ വരുമ്പോഴും ഇവൻ എവിടെയാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം 21ാമത്തെ സ്കൂളൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ ഇങ്ങനെ കുട്ടികൾ വരുമ്പോൾ അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് മെല്ലെ അവൻ വരുന്നത് കണ്ടത് കേട്ടോ മോൻ. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് സമാധാനമായി, എത്തിയില്ലോ. അപ്പോൾ ഇനി അധികമില്ല, സ്കൂൾ അധികമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇരുന്ന ഇതിൻ്റെ നേരെയാണ് അവൻ അവൻ നിൽക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നത്, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഭാഗത്താണ് വരിക എന്ന് അറിയണതുകൊണ്ടാണ് ആ സ്ഥലത്ത് ഇരുന്നത്, പക്ഷേ നേരെ അപ്പുറത്തെ ഭാഗത്തായിപ്പോയി. എന്നാലും പിന്നിലൊക്കെ പോയി നിന്നാൽ കാണാം കേട്ടോ, അവൻ നിൽക്കണതൊക്കെ കാണാം. പക്ഷെ ഞങ്ങൾ ഈ ഭാഗത്ത് ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തുടങ്ങും കേട്ടോ. അപ്പം അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Thank you so much. So I am Dr. Nita, and today I am here from ACE Book of Records, Asia Organizations. I am CEO for them. I am co-editor for Range Book of Records, Amazing Indian Book of Records, International Book of Records, and Victoria's International Book of Records. So I am witnessing this as an originator today. Now I will just talk about some points which we take into consideration on anybody who wants to evaluate a record.
ഫലപ്രഖ്യാപനമാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ക്ലാപ്പിംഗ് ആണ് നമ്മൾ വിളിച്ചത് 1 2 1 2 3. ഓക്കെ, അപ്പോൾ അങ്ങനെ കരാട്ടയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം അവനെ കയ്യിൽ കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഞങ്ങൾ കിട്ടിയ വഴിക്ക് വേഗം അവിടെ നിന്ന് ഓടുകയാണ് ഉണ്ടായത്. കാരണം നമുക്ക് റിസപ്ഷൻ എത്താനായിട്ട് നേരം വൈകി. ഇപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി കേട്ടോ. 6 മണിക്ക് കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി പോകാമെന്നുള്ള ഇതിലാണ് എന്താ പറയുക ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ 6:45 ആയിട്ടോ വീടെത്തുമ്പോഴേക്കും തന്നെ. അപ്പോൾ വേഗം പുറപ്പെട്ട് ബാക്കി എല്ലാവരും പുറപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും രജിയേട്ടനും മോനും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ കരാട്ടയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് വേഗം പുറപ്പെട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എത്താനായിട്ട് നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരൊക്കെ വന്ന് പോല് കഴിഞ്ഞു. അപ്പോൾ നേരെ പോയി കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ, നേരം വൈകിയതുകൊണ്ട് തന്നെ. ഇതാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിയേട്ടൻ്റെ ഒരു ഏട്ടനാണ് കേട്ടോ, ഒരു വലിയേട്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ രജിയേട്ടൻ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ 60ാം പിറന്നാളിന് കാറ്ററിങ് ഉണ്ണിയേട്ടൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഇപ്രാവശ്യം ഫുഡ് കാര്യമായിട്ടൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. ഒന്ന് പോയ സമയത്ത് ഇത്തിരി തിരക്കുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഭക്ഷണമൊക്കെ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെയാണെന്നൊന്നും കാണിക്കാതിരുന്നത്. പിന്നെ ഏറ്റവും സൂപ്പറാണ് ഇവരുടെ ഇളനീർ പായസം, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ റിസപ്ഷനും അതുതന്നെയാണ് ഉണ്ടായത്. ഞാൻ കുറേ ഗ്ലാസ് ഇളനീർ പായസം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ഐസ്ക്രീം ഉണ്ടായിട്ട് ഐസ്ക്രീം പോലും ഞാൻ എടുക്കാതെ ഇളനീർ പായസത്തിനായിരുന്നു ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെ മെല്ലെ ഇറങ്ങാൻ ആയിട്ട് നിൽക്കുകയാണ്. കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടല്ലോ പിറ്റേ ദിവസം. അപ്പോൾ ഒരുപാട് വൈകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ശരിക്കും ഇങ്ങനെ ഫോട്ടോ അല്ല വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത്. നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളായിരുന്നു. ഇതൊരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നേരത്തെ എത്തിയതാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് എടുക്കാമായിരുന്നു എന്നൊക്കെ അപ്പം തോന്നി. കാരണം നല്ല രസമുണ്ട് ഈ സമയത്ത് ഇങ്ങനെ നടക്കാനും. റീൽസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സെറ്റിങ്സും ഒക്കെ ആയിരുന്നു. പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ അവിടെ രജിയേട്ടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പൂരമാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എന്നാൽ അതും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ. ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വ്ളോഗൊക്കെ പറ്റുമ്പോഴൊക്കെ എടുത്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
എന്താ പറയുക, പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.